ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ രാവിലെ അരി ഉഴുന്ന് അരച്ച് ഞാനിതാ കുറച്ച് നേരം ആയി അരി ഉഴുന്ന് അരച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഒരു അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ചീഞ്ചട്ടി ചൂടാകാൻ വെക്കാം. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ 12 മണിയായി. അപ്പോൾ അരി ഉഴുന്ന് അരച്ചപ്പോൾ ഞാൻ എപ്പോഴും അരി ഉഴുന്ന് ഇഡ്ഡലിക്ക് അരച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതെങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മണം ഉണ്ടാകും. ആ ഉഴുന്നിൻ്റെയൊക്കെ ഒരു മണം നല്ലോണം ഉണ്ടാകും. ഞാനിത് ഇഡ്ഡലിക്ക് അരച്ച മാവ് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ എപ്പോഴും ഇഡ്ഡലിക്ക് അരച്ചാൽ ഞാനും മക്കളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് ഓരോന്ന് എടുക്കും, ഒന്നേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ഈ അരിയൊക്കെ ക്രിസ്പി ആയിട്ട് ഇരിക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് അരി ഉഴുന്ന് അരച്ച അപ്പം തന്നെ ഉണ്ടാക്കാം. പുളിക്കണ്ട. ഞാൻ അരച്ച് കഴിഞ്ഞ് ഒക്കെ മാറ്റി. അപ്പോൾ എനിക്കൊന്ന് വിശന്നു. അപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമല്ലല്ലോ, നമ്മളൊക്കെ 2 മണിയാകും ഊണ് കഴിക്കാൻ. അപ്പോൾ ഒന്ന് ചുട്ട് കഴിക്കാം എന്ന് വെച്ചിട്ടാണ്. നന്നായിട്ടുണ്ടാകും. നന്നായി ഇളക്കിയിട്ട് പുളിക്കാൻ പാടില്ല. അരച്ച് നമ്മൾ പാത്രത്തിലാക്കി അപ്പം ഉണ്ടാക്കി കഴിക്കണം. ഞാനിതാ എണ്ണ ചൂടായി, ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എണ്ണ പുറത്ത് കാണും. ഞാനിതാ 2 കയ്യിലാണ് ഒഴിച്ചിരിക്കണം, ചെറിയ കയ്യിൽ. അങ്ങനെ ആക്കിയിട്ട് നല്ല ഈ ഉഴുന്നിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ടാകും. കഴിക്കാൻ നന്നായിരിക്കും. ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കും. ഇതൊന്ന് താത്തി വെക്കാം. ഒരുപാട് താത്തണ്ട, എന്നാലും ഒന്ന് താത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നോക്കാം. ഒന്ന് താത്തി വെക്കുക, കരിഞ്ഞു പോകരുത്. ഞാൻ ഒന്നേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നും ഇല്ല. സ്കൂളിലേക്ക് പോയി. എനിക്ക് വൈകുന്നേരത്തെ വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ ശിവോതിയൊക്കെ വെക്കില്ല. കർക്കിടക മാസം 1-ാം തീയതി നാളൊക്കെ ശിവോതി വയ്ക്കും. അതിലേക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കണം. അപ്പോഴേക്കും കുട്ടികളൊക്കെ എത്തും. നമുക്കൊന്ന് ഇത് തുറന്നിട്ടൊന്ന് നോക്കാം, എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതാണ്ടല്ലേ നല്ലോണം അപ്പം വേഗം കിട്ടും. ഒന്ന് മറിച്ചിടാം. ഇതാണ്ടല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ അരികൊക്കെ ഒന്ന് മുറുകി, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, നല്ല നന്നായിട്ടുണ്ടാവുള്ളൂ. ഈ അരികൊക്കെ ഒന്ന് മുറുകി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചൂട്ടോടെ കഴിക്കുക. അതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു ചൊടിക്ക് വേണം വെച്ചാൽ കുറച്ച് പൊടിയെടുത്തിട്ട് ഒരു എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കഴിക്കാം. അതൊന്നായിട്ട് വറുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതൊന്നുകൂടെ ആവണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ അരിയൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് ആപ്പത്തിൻ്റെ മാവ് നന്നായിരിക്കില്ല. ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇതായിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലതാ ക്രിസ്പി ആയിട്ടുള്ള ഇതുണ്ടോ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് മുരുമുരാന്ന് കഴിക്കാം. അതിൻ്റെ കൂടെ ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. പൊടിയുടെ ആവശ്യമില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നല്ല മണം കണ്ടിട്ട് കഴിക്കാൻ തോന്നുകയാണ്. ഞാനിത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത് തോന്നിയപ്പോൾ അരിയോടുന്ന് അരച്ചപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇല്ല പൊടി ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിന് കൂടെ ഒന്നും ആവശ്യമില്ല. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.